നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കിടന്നൊന്ന് മയങ്ങിയാൽ തന്നെ അവൾ അരുണങ്കിൽ നിന്ന് വിളിച്ച് അപ്പം ഞെട്ടി ഉണരും. എന്നാ അഭിക്ക് എന്നൊന്ന് വിളിക്കായിരുന്നില്ലേ? ആ അരുൺ, പക്ഷെ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഐശ്വര്യ ഇനി ഇതിന്റെ പേരില് ഐശ്വര്യ വേദനിപ്പിച്ചൂടാ. അങ്കിൾ ഇവിടെ എന്റെ അടുത്ത് കിടന്നേ. അയ്യോ അത് വേണ്ട മോളെ, അങ്കിള് മോളുടെ അടുത്തിരിക്കാം. അത് പറ്റില്ല, എന്റെ അടുത്ത് കിടക്കണം. എന്നിട്ട് എന്റെ പുറത്ത് അങ്കിള് മെല്ലെ തട്ടിത്തരണം. അങ്കിൾ ഇവിടെ കിടക്കും. മോളെ അങ്കിള് കിടക്കങ്ങളെ. കിടക്കങ്ങൾ കിടക്കങ്ങളെ, ഇല്ലെങ്കിൽ ഞാൻ പിണങ്ങുവേ. ശരി മോളെ, അങ്കിള് കിടക്കാം. കിടക്കാട്ടോ. ഇനി മോള് ഉറങ്ങിക്കോ. ഇനി അമ്മ ഇപ്പുറത്ത് കിടക്ക്. അയ്യോ, അത് മോളെ. വാവമ്മേ, എന്നാലും എനിക്ക് ശരിക്കും ഉറക്കം വരൂ. അമ്മേ, അങ്കിളിന്റെ അമ്മയുടെ അടുത്ത് എനിക്കിങ്ങനെ കിടക്കണം. ഇതെന്റെ ആഗ്രഹം. ഇവിടെ കിടക്കമ്മേ. അമ്മേ, ഞാൻ പിണങ്ങുവേ. കിടക്ക്. അമ്മ ഇവിടെ ഒന്ന് കിടക്കുമേ. ഇനി ഞാൻ ഉറങ്ങാൻ പോവാ. പൊയ്ക്കോ. ഓഹോ, അപ്പോ അരുണിന് എന്നെക്കാൾ പ്രധാനം ഇവളാണല്ലേ? അതെടി, എനിക്ക് നിന്നേക്കാൾ പ്രധാനം ഇപ്പൊ അഭി തന്നെയാ. നിനക്ക്
അത്രയ്ക്ക് പ്രശ്നമാണെങ്കിൽ നീ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങണം. പോയി കേസ് കൊടുക്ക്. ബാക്കി എന്താ വരുന്നതെന്ന് വെച്ചാ ഞാൻ നോക്കിക്കോളാം. ഇതേ ഞാൻ സ്നേഹിച്ച, ഇപ്പോഴും സ്നേഹിക്കുന്ന, എനിക്ക് വേണ്ടി ജീവിതം ഹോമിച്ച എന്റെ പെണ്ണ. ഞാൻ സ്നേഹത്തോടെ താലി കെട്ടിയ എന്റെ ഭാര്യ. ദേ, ഈ കിടക്കുന്നത് എന്റെ രക്തം, എന്റെ സ്വന്തം മോള്. ഇവരെ രണ്ടാളെയും വിട്ട് ഞാൻ ഇവിടുന്ന് എങ്ങോട്ടുമില്ല. എന്നാലും എന്റെ പിന്നാലെ വന്ന് നീ എല്ലാ സത്യവും കണ്ടുപിടിച്ചല്ലോ. അതാ കൂടുതൽ നന്നായത്. അല്ലെങ്കിൽ തന്നെ ഞാൻ ഇക്കാര്യം നിന്നോട് പറയാനിരുന്നതാ. ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ലല്ലോ. എന്ത് വന്നാലും ആരൊക്കെ ഇനി എതിർത്താലും ഇന്ന് ഈ നിമിഷം മുതൽ ഞാൻ ഇവരോടൊപ്പം ഈ വീട്ടിൽ കഴിയാൻ പോവാ. എന്നെ സ്നേഹിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന എന്റെ അബിയെ. ആ സ്നേഹം ഇനി കണ്ടില്ല എന്ന് നടിക്കാൻ എനിക്കാവില്ല. എന്റെ മോളെ ഇനിയും ഒറ്റപ്പെടുത്താനും വേദനിപ്പിക്കാനും എനിക്ക് വയ്യ. എന്റെ മോൾക്ക് അവളുടെ അമ്മ മാത്രം പോരാ, അവളുടെ അച്ഛനും അവൾക്കൊപ്പം വേണം. ഇതെന്റെ തീരുമാനമാണ്. നീ ഇനി ഇവിടെ നിൽക്കണമെന്നില്ല. നിനക്ക് പോവാം. ഇറങ്ങടി. പോലീസോ കോടതിയോ എന്ത് വേണമെന്ന് വെച്ചാൽ അയക്കോ. അപ്പോ എന്താ വേണ്ടതെന്ന് വെച്ചാ അത് ഞാൻ ചെയ്തോളാം. പറഞ്ഞത് മനസ്സിലായില്ലേ? ഇനി എന്തിനാ ഇവിടെ നിൽക്കുന്നേ? ഇറങ്ങ്, മുറിക്ക് പുറത്തിറങ്ങ്. എടി പുറത്തിറങ്ങടി. എടി നിന്ന് കണ്ണൂരിട്ട് ഇറങ്ങി പോവാൻ. അരുൺ, അരുൺ വേണ്ട. അരുൺ ഒപ്പം ചെന്നേ. എന്നെ മോളെയും ചൊല്ലിയൊരു പ്രശ്നം വേണ്ട. അബി വേണം. ഇനിയും ഈ സത്യം ഒളിപ്പിച്ചു വെച്ച് എനിക്കിങ്ങനെ ജീവിക്കാൻ വയ്യ. അത്രയ്ക്ക് മാത്രമാണ് ഞാൻ അനുഭവിച്ചത്. ഇതേ ചൊല്ലി അബി കുടിച്ച കണ്ണീരിന് കണക്കുണ്ടോ? എന്റെ മോളുടെ വേദന അതിനാരും മറുപടി പറയും? ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാവും. അതിന് എന്ത് പ്രശ്നം വന്നാലും ശരി, എന്റെ നിലപാടിന് ഒരു മാറ്റവും ഇല്ല. അരുൺ, ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. അരുൺ, ഞാൻ പറയുന്നു. ഇക്കാര്യത്തിൽ എനിക്ക് ആരുടെ ഉപദേശം വേണ്ട. മതി, നിർത്ത്. എന്തായാലും എന്റെ സിഐഡി ഭാര്യയ്ക്ക് ഇനി പോവാം. ഇറങ്ങിപ്പോടി. എടി പുറത്തിറങ്ങാൻ. എടി ഇറങ്ങി പുറത്തു പോടി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.